കർണാടക സംഗീതം 7 താളവും 5 ജാതികളും ഉണ്ട്. അങ്ങനെ 7 × 5 35 താളങ്ങളുണ്ട്. ഈ 35 താളങ്ങൾക്ക് പിന്നെ 5 ഗതിഭേദം 175 താളം ഉണ്ടെന്ന് ഉണ്ട്. അതായത് മൃദംഗം എന്ന് പറയുമ്പോൾ മൃദ് പ്ലസ് അംഗം, അതാണ് മൃദംഗം എന്ന് പറയുന്നത്. അതായത് ആദ്യമേ മൃദ് എന്ന് പറഞ്ഞാൽ മണ്ണാണ്, അംഗം എന്ന് പറഞ്ഞാൽ അവയവം. മണ്ണ് കൊണ്ടുള്ള അവയവമാണ് മൃദംഗം എന്ന് പറയുന്നത്. ചെമ്പൈ സംഗീതോത്സവത്തിന് മൃദംഗം വായിക്കുമെന്ന് പറഞ്ഞു 2 വർഷം തുടർച്ചയായി പ്രശസ്തരുടെ അത് റിലേ പ്രോഗ്രാം. അന്നൊക്കെ നമ്മൾ ഇറങ്ങപ്പോൾ ഇയാളെ കൊട്ടാൻ പോകുന്നു, എന്തോ ഇവിടെ ഇതുകൊണ്ട് എന്തോ നേടും എന്നുള്ള രീതിയിലൊക്കെ വീട്ടിൽ പോലും നമ്മുടെ സുഹൃത്തുക്കളായാലും അടുത്തുള്ളവർ അയൽക്കാരെല്ലാം പറഞ്ഞു എന്തോ ഇതും കൊണ്ട് കൊട്ടും പാട്ടുമായിട്ടൊക്കെ നടന്നാൽ എന്തോലും ശരിയാവുമോ. നമസ്തേ, എൻ്റെ പേര് കരീപ്ര ആർ അജയകുമാർ. ഞാനൊരു മൃദംഗം ആർട്ടിസ്റ്റാണ്. ഒരു 35 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കലാകാരനാണ്. എൻ്റെ സ്ഥലം കരീപ്ര തന്നെയാണ്. സാറ് 35 വർഷമായിട്ട് ഇപ്പോൾ ഈ കലാരംഗത്തുണ്ട്. അപ്പം എങ്ങനെയാണ് ആദ്യമായിട്ട് ഈ കലാരംഗത്തേക്ക് എത്തിപ്പെടുന്നത്? സാർ, അത് പറയുമ്പോഴേ എൻ്റെ കൊച്ചുനാളിലുള്ള കാര്യം നീ ഒന്ന് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒക്കെ ജീവിതം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു അയർക്കാട് അമ്പലം എന്ന് പറയും, മഹാവിഷ്ണു ക്ഷേത്രം. അവിടെ അച്ഛനൊക്കെ ഈ ഭജനയ്ക്കൊക്കെ പോകുമായിരുന്നു. ഗഞ്ചറയാണ് വായിക്കുന്നത്, ഗഞ്ചറ. അപ്പോൾ അതൊക്കെ ഞാൻ കൂടെ പോയി കേൾക്കുമായിരുന്നു. അങ്ങനെ അവരെ വായന അന്നൊന്നും അവരൊന്നും ശാസ്ത്രീയമായിട്ട് ഭയങ്കരമായിട്ട് പഠിച്ചൊന്നുമല്ല, പക്ഷേ പാട്ടിൻ്റെയൊക്കെ നല്ല രീതിയിൽ അവർ ഇങ്ങനെ ഫോളോ ചെയ്യുമായിരുന്നു. അതൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അങ്ങനെ ഗഞ്ചറയൊക്കെ ഞാനും കേട്ടു. അതുപോലെ ഞങ്ങളുടെ അടുത്തൊരു സ്വാമി എന്ന് വിളിക്കുന്ന ഒരു ഇതുണ്ട്, ഒരു ഗുരുഭൂതൻ, ഒരു ഗുരുനാഥന. ഈ മണ്ഡലകാലത്ത് ഈ കെട്ടൊക്കെ കെട്ടി ഓരോരുത്തരെ കെട്ടൊക്കെ കെട്ടി പോകുന്ന ഗുരുനാഥൻ എന്ന് പറയും. പുള്ളി ആണ് എനിക്കൊരു ഗഞ്ചറയൊക്കെ എടുത്ത് തന്നിട്ട് നിനക്ക് ഇതിന് കഴിവുണ്ട് ഒന്ന് വായിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിനാണ് ഞാൻ ആദ്യം പങ്കെടുക്കുന്നത്. അങ്ങനെയാണ് തുടക്കം. ആദ്യം അതാണ് തുടക്കം. അതെ അതെ. പിന്നീട് ഇപ്പോൾ ഈ മൃദംഗത്തിലേക്ക് എത്തി നിൽക്കുന്നത് എങ്ങനെയാണ്? മൃദംഗത്തിൽ ഗഞ്ചറയിൽ തുടങ്ങി ഇപ്പോൾ മൃദംഗത്തിലേക്ക് എത്തിക്കുന്നു. അതും ഇത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പം അതിന്റെ ഒരു ഇടയ്ക്ക് നടന്ന കാര്യം എന്താണ്? ഇതിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം? സാറേ, എനിക്ക് അന്ന് മൃദംഗമൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഈ ഗഞ്ചറയൊക്കെ വായിച്ച് ഭജനയ്ക്ക് വായിക്കുമ്പോൾ എൻ്റെ ഒരു ജേട്ടൻ തബല വായിക്കുമായിരുന്നു. തബലയാണ് ഞാൻ പഠിച്ചത്. തബലയാണ് പഠിച്ചത്. പുള്ളി നല്ലൊരു ആർട്ടിസ്റ്റാണെന്ന് ഈ RC കൈമൾ എന്ന് പറഞ്ഞ ഡാൻസ് സമിതിയിലൊക്കെ തബലയൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ അണ്ണൻ്റെ കൂടെ ഞാൻ പോയി തബല കുറച്ച് പഠിച്ചിട്ട് ഞാൻ ഈ സ്കൂളിലൊക്കെ മത്സരങ്ങൾക്കൊക്കെ, മത്സരമല്ല അവിടുത്തെ ഗാനമേള പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുകയും പാട്ടുപാടിയും ഒക്കെ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ SSLC എക്സാം പാസ്സായതിന് ശേഷം 83-ൽ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി 2 വർഷം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഏകദേശം 1983-ലാണ് ഞാൻ തൃപ്പൂണിത്തറ RLB സംഗീത കോളേജിൽ പോയാണ് യഥാർത്ഥ മൃദംഗം പഠിക്കുന്നത്, ആധികാരികമായിട്ട് പഠിക്കുന്നത്. അവിടെ മുതലാണ് എൻ്റെ തുടക്കം. അപ്പം ഈ 35 വർഷ കാലയളവിൽ ഒരുപാട് സ്റ്റേജുകളിലും അല്ലെങ്കിൽ ഒരുപാട് വേദികളിലൊക്കെ ഈ മൃദംഗം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയിട്ടുണ്ട് സാറിന്. അതെ. അപ്പം സാറിന് മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു വേദികളുണ്ടോ? അതായത് സന്തോഷം കൊണ്ട് മറക്കാനാവാത്ത കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും വേദികളിൽ, എന്നാൽ ചില സങ്കടങ്ങളും ഉണ്ടായിട്ടുള്ള വേദികൾ ഉണ്ടാവാം ഇത്രയും വർഷത്തെ കയ്യേറി. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും സന്തോഷം തന്ന ഏതെങ്കിലും വേദിയിലുണ്ടായ എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത അനുഭവം ഉണ്ടോ? അത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കാവുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് മൃദംഗം വായിക്കുമെന്ന് പറഞ്ഞു 2 വർഷം തുടർച്ചയായി പ്രശസ്തരുടെ അത് റിലേ പ്രോഗ്രാം ദൂരദർശനിലൊക്കെ വന്നായിരുന്നു. ആകാശവാണി ഒരു ഗ്രേഡുള്ളതുകൊണ്ട് അന്ന്
അതിന് വായിച്ചു. അതൊരു ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. 2 വർഷം തുടർച്ചയായിട്ട് വായിച്ചു. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ അതുകൂടാതെ പിന്നെ അവിടെ തന്നെ ഗുരുവായൂർ അല്ലാതെ പ്രോഗ്രാമിനൊക്കെ ഇഷ്ടം പോലെ പങ്കെടുത്തിട്ടുണ്ട്. 2-3-4 പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ വിഷമമുള്ള പരിപാടിയുണ്ട്. ഞാൻ പിന്നെ അന്ന് തബലയൊക്കെ വായിക്കുന്ന സമയത്ത് ഒരാൾ എന്നെ വിളിച്ചു. പിന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യമാണ്, ഈ പഠിക്കുന്നതിന് മുമ്പേ. അപ്പോൾ തബലയൊക്കെ പഠിക്കുന്ന വശത്ത് ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുന്നത്. ഭക്തിഗാനം മേളയ്ക്ക് വായിക്കണമെന്ന് പറഞ്ഞ് തബലയായിട്ട് ചെന്ന സമയത്ത് അവർ ഗാനമേള എന്നാണ് അനൗൺസ്മെൻറ്റ് ചെയ്തത്. ഗാനമേള ടേക്കുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വേറെ എൻ്റേതായ ഒരു ശൈലി വായിച്ചു. അങ്ങനെ ആൾക്കാർ പറഞ്ഞു എന്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം, അത് വലിയൊരു വിഷമമായിപ്പോയി. കാരണം ഗാനമേളയുടെ ടേക്കുകളൊന്നും പഠിക്കാതെ നമ്മൾ പോയി എന്തൊക്കെയോ വായിച്ചു. അതെൻ്റെ അറിവില്ലാത്തൊരു പ്രായത്തിലാണ്. ആരെങ്കിലും ഈ തുടക്കത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഈ മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ട്? മേഖലയിലേക്ക് വരാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പിന്നെ കല ഇങ്ങനെയുള്ള അക്കാഡമി പോകുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇങ്ങനെ നമ്മുടെ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വേറെ ഏതെങ്കിലും കോഴ്സിൽ പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അയലത്ത് ഈ ഞാൻ പറഞ്ഞ എനിക്കൊരു സ്വാമിയുണ്ട്, പത്മനാഭസ്വാമി എന്ന് പറയുന്നത്, ഞങ്ങളുടെ അടുത്തൊരു ഗുരു. ഈ ശബരിമല കെട്ടൊക്കെ കെട്ടി അപ്പോൾ ഇതിനൊക്കെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ അളിയൻ പിന്നെ ചേർത്തലയെന്ന് ഒരു ദിവസം എന്നെ വന്ന് ഞാനിവിടെ തബല വായിക്കുന്ന കണ്ടുകൊണ്ട് പറഞ്ഞു ഇത് ഇങ്ങനെ പോരാ, ആധികാരികമായി എന്തെങ്കിലുമൊക്കെ പഠിക്കണം, കുറേ നല്ല രീതിയിൽ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ എൻ്റെ കൂടെ പറഞ്ഞ് RLVയിൽ ഞാൻ വേണമെങ്കിൽ ഒരു അപേക്ഷ ഇത് മേടിച്ചു തരാം, അഡ്മിഷൻ എടുത്ത് തരാം, കാരണം അവിടെ നിന്നൊരു അപേക്ഷ തരാം, നമുക്ക് അവിടെ പരിചയമുള്ളവരൊക്കെ കൊണ്ടൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ എന്നെ കൊണ്ടുപോയത്. ശ്രീധരൻ സാർ എന്ന് പറയും, ബോട്ട് കണ്ടക്ടറാണ് പുള്ളി, നമ്മുടെ അടുത്തുള്ള. അത് എന്നെ ആദ്യമായി ഇങ്ങനെ ഒരു അപേക്ഷ തരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ കുഴിമതിക്കാട് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മൃദംഗം, കുഴിമതിക്കാട് നമ്മുടെ തൊട്ടടുത്തുള്ള സാറൊക്കെ അവിടുത്തെ അധ്യാപകരായിരുന്നു. അവിടെ ഭയങ്കര അനുഭവമായിരുന്നു. ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടിയതും അവിടെയാണ്. എങ്കിൽ എൻ്റെ കലാരംഗത്തെ തുടക്കം അവിടെയാണ്. ഈ മേഖലയിലേക്ക് വരുമ്പോൾ ഈ കലാമേഖലയിലേക്ക്, അതായത് പണ്ട് കാലങ്ങളിൽ ഈ കലാമേഖലയിലേക്ക് വരുന്ന സമയത്ത് കുറേ പേർക്കൊക്കെ എന്താ പറയുക, ഈ ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നീ ഇതിന് പോകാൻ പാടില്ല, അല്ലെങ്കിൽ നീ ഇതിന് പോയിട്ട് എന്ത് നേടാനാണ്, പഠിച്ചൊരു ജോലി അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകും, അല്ലെങ്കിൽ വെളി രാജ്യങ്ങളിലേക്കൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടാണ് പണ്ട് കാലങ്ങളിലുള്ളവരെ ഉള്ളിലുള്ളവരെ തന്നെ അടക്കി വെച്ച് അവരുടെ കലാജീവിതം നശിപ്പിച്ചത്. അങ്ങനെ കുറച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടോ? അതായത് കലാമേഖലയിലേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ എന്തെങ്കിലും നെഗറ്റീവോ അല്ലെങ്കിൽ ആൾക്കാർ പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? തീർച്ചയായും അതാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം സാറേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യം മനസ്സിലാക്കിയാൽ ഇപ്പം കലാരംഗത്ത് പിള്ളേർക്കെല്ലാം വളരെ പ്രോത്സാഹനം നൽകുന്നത്. കാരണം മാധ്യമങ്ങളിൽ തന്നെ ഒരുപാട് ചാനലുകൾ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് കലാരംഗത്ത് എല്ലാവരും വിടുന്നുണ്ട്. അന്നൊക്കെ നമ്മൾ ഇറങ്ങപ്പോൾ ഇയാളെ കൊട്ടാൻ പോകുന്നു, എന്തോ ഇവിടെ ഇതുകൊണ്ട് എന്തോ നേടും എന്നുള്ള രീതിയിലൊക്കെ വീട്ടിൽ പോലും നമ്മുടെ സുഹൃത്തുക്കളായാലും അടുത്തുള്ളവരെ അയൽക്കാരെല്ലാം പറഞ്ഞ് ഇതും കൊണ്ട് കൊട്ടും പാട്ടുമായിട്ട് നടന്നാൽ എന്തോലും ശരിയാവുമോ, കാര്യം ജീവിതം മുന്നോട്ട് പോകുമോ. അത് അന്ന് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ എങ്കിലും അന്ന് നല്ല കലാകാരന്മാരുണ്ട്. അവർ പിന്നെ അതിനകത്ത് അടിയുറച്ചങ്ങ് പോകുന്നുണ്ട്, അവരതിനകത്ത് സക്സസ് ആയിട്ടുമുണ്ട്. ഇപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്ന്, കാരണം ഇനിയിപ്പം വേറെ എന്തോലും ഡിഗ്രി എടുക്കുക അല്ലെങ്കിൽ ഇപ്പം അത് കഴിഞ്ഞിട്ട് വേറെ എന്തോലുമൊക്കെ കോഴ്സിനൊക്കെ പോകാനൊക്കെ നിർബന്ധിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അച്ഛന് പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ, അല്ല ഒന്നുമില്ല. അങ്ങനെ ഞാൻ തന്നെ തിരഞ്ഞെടുത്ത ഒരു ഫീൽഡാണിത്. അത് കഴിഞ്ഞിട്ട് ഈ കലാരംഗത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം വേറെ എന്തെങ്കിലും കലാരംഗത്ത്, അതായത് ഒന്ന് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ തുടങ്ങി, ഒന്ന് കലാപരമായിട്ടൊന്ന് അറിയപ്പെടാൻ തുടങ്ങി, അതിനുശേഷം എന്തെങ്കിലും വെല്ലുവിളികളോ അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കല കൊണ്ട് എന്തെങ്കിലും വെല്ലുവിളികൾ വന്നിട്ടുണ്ടോ? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കർണാടക സംഗീതത്തിൽ തന്നെ നിൽക്കുന്നുമുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമേ കൂടുതൽ കിട്ടുന്നുള്ളൂ, പിന്നെ അല്ലാതെയുള്ള പരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിലല്ലാതെ ഒരു മറ്റ് വെല്ലുവിളി ഒന്നുമില്ല. നല്ല പ്രോത്സാഹനം, നാട്ടിൽ തന്നെ നല്ല സഹകരണമായിരുന്നു. ഞാൻ പറഞ്ഞു ഈ അമ്പലത്തിലെ അതുപോലെ തന്നെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത മറ്റൊരു കാര്യം, എനിക്ക് പ്രോത്സാഹനം കിട്ടി. എൻ്റെ ഇവിടെ ഒരു സാംസ്കാരിക സംഘടനയുണ്ട്, ഭഗത് സിംഗ് എന്ന് പറഞ്ഞ കരിയപ്ര. ആ സംഘടനയൊക്കെയാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ എനിക്ക് ഈ കലാരംഗത്തിൻ്റെ ഒരു പ്രചോദനം അവർ തന്നത്. അവിടുത്തെ ആൾക്കാരെല്ലാം നല്ല പ്രോത്സാഹനമായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ ചില സമയത്ത് നടന്നിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളുണ്ടാവും. എങ്കിലും മനസ്സിൽ ഈ കലയുള്ളത് കൊണ്ടാണ് നമ്മുടെ സന്തോഷം വേറെ ഒന്നിലും കിട്ടുന്നില്ല. അത് വേറെ സത്യം. അപ്പം ഇത്രയും വർഷത്തെ കലാരംഗത്ത് പ്രവർത്തിച്ചു. ഇപ്പം അന്നേരം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കലാകാരന്മാരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും
പിന്നെ അതുപോലെ തന്നെ പിന്നെ ഗിരിജാവർമ്മ, ആയാങ്കുടി മണി സാറ്, മുഖത്തല ശിവ സാറ്, അടൂർ സുദർശനം, കൊല്ലം സജികുമാർ, ആനയുടെ പ്രസാദ്, തൃക്കാരിയൂർ രാജലക്ഷ്മി, ഭവ്യലക്ഷ്മി, ഇങ്ങനെയുള്ള ഇത് മാത്രമല്ല ഇനി ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെ പേര് എടുത്തു പറയാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ഇതുപോലുള്ള പ്രശസ്തരായവരുടെ കൂടെയൊക്കെ വായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. അവർ പ്രതീക്ഷിക്കാതെ കിട്ടിയ അനുഭവം. ഇനിയുണ്ട് കുറച്ച് പേര്, ചിലപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഓർമ്മയെടുക്കാൻ കിട്ടുന്നില്ല. ഈ മേഖലയിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ നിമിഷം ഏതായിരിക്കും? ഈ മേഖലയിൽ മൃദംഗത്തിലേക്ക് വന്നതിന് ശേഷം ജീവിതത്തിൽ കല കൊണ്ട് ജീവിതത്തിൽ സന്തോഷം നൽകിയ നിമിഷം ഏതായിരിക്കും? അതായത് നമ്മൾ കല അഭ്യസിക്കുന്നതിലുപരി തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ, ഞാൻ കുറേ ക്ലാസ് എടുക്കുമായിരുന്നു. അവർ ഈ രംഗത്തേക്ക് കടന്നു വരികയും അവർക്ക് ഈ സ്റ്റേറ്റ് പിന്നെ ജില്ലാ മത്സരങ്ങളിലെ സ്റ്റേറ്റ് മത്സരം പ്രൈസ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വലിയൊരു സന്തോഷമാണ്. എൻ്റെ 2-3 പയ്യന്മാർ അതിനെ ആദ്യം പഠിപ്പിക്കുന്ന എൻ്റെ ഒരു ശിഷ്യൻ ദേവൻ എന്ന് പറയും, ഒരു വർഷം കുറേ ആയി. അത് ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിൽ പോയി എ ഗ്രേഡ് മേടിച്ചു സ്റ്റേറ്റ് കലോത്സവത്തിൽ. അതുപോലെ കഴിഞ്ഞിട്ട് അതുപോലെ സന്തോഷിക്കുന്നത് വേറെ 2-3 എൻ്റെ ശിഷ്യന്മാർ ആ രംഗത്തും കൂടെ അവരും കൂടെ അങ്ങനെ കടന്നു വന്നപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ എൻ്റെ മകൻ, അവനും ഇതുപോലെ തുടർച്ചയായ 3 വർഷം ഈ രംഗത്തുണ്ടായിരുന്നു. സ്റ്റേറ്റ് കലോത്സവത്തിന് വിജയമായിരുന്നു. മൃദംഗത്തിലായിരുന്നേ. സാറ് ഇനി എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതായത് മൃദംഗത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാം. മൃദംഗം എന്ന് പറയുമ്പോൾ പിന്നെ അതായത് മൃദംഗം എന്ന് പറയുമ്പോൾ മൃദ് പ്ലസ് അംഗം, അതാണ് മൃദംഗം എന്ന് പറയുന്നത്. അതായത് ആദ്യമേ മൃദ് എന്ന് പറഞ്ഞാൽ മണ്ണാണ്, അംഗം എന്ന് പറഞ്ഞാൽ അവയവം. മണ്ണ് കൊണ്ടുള്ള അവയവമാണ് മൃദംഗം എന്ന് പറയുന്നത്. അത് ആദ്യകാലത്ത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പിൽക്കാലത്ത് ഈ മനുഷ്യരൊക്കെ കൊണ്ടുപോകാനുള്ള സൗകര്യാർത്ഥം അത് തടിയിൽ നിർമ്മിച്ചു. അങ്ങനെയാണ് മൃദംഗം. അപ്പം മൃദംഗത്തിൻ്റെ എന്ന് പറയുമ്പം താളങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളതാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. അത് ഇപ്പോഴും പഠിച്ച് ഞാനും തീർന്നില്ല. ഞാനിപ്പോഴും ഓരോന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പം 4 വർഷം ഗാനഭൂഷണം എന്ന് പറഞ്ഞൊരു കോഴ്സാണ് RLB സംഗീത കോളേജ് തൃപ്പൂണിത്തുറ, അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഉപരിപഠനം സ്വാതിരുന്ന സംഗീത കോളേജിൽ പോയി ഗാനപ്രവീണ എന്ന് പറഞ്ഞൊരു കോഴ്സ്, 3 വർഷ കോഴ്സ്, ഇത്രയും പഠിച്ചു. ഇത് പഠിച്ചു, അത് പാസ്സായി. പക്ഷേ എങ്കിൽ പോലും ആ പഠനം പൂർണ്ണമായില്ല. പിന്നെ ഇതിനകത്ത് പഠിക്കാനെന്ന് പറഞ്ഞാൽ താളങ്ങൾ, അതായത് കർണാടക സംഗീതത്തിലാണ് ഏറ്റവും കൂടുതൽ താളങ്ങളുള്ളത്. അതായത് 2 താളങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. കലകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ 2 പിന്നെ പ്രധാന എന്ന് പറയുമ്പം ഹിന്ദുസ്ഥാനി സംഗീതവും കർണാട്ടിക് സംഗീതവും. കർണാടക സംഗീതത്തിന് ഹിന്ദുസ്ഥാനി സംഗീതം 7 താളങ്ങളുണ്ടെന്ന് പറയുന്നു. കർണാടക സംഗീതം 7 താളവും 5 ജാതികളും ഉണ്ട്. അങ്ങനെ 7 × 5 35 താളങ്ങളുണ്ട്. ഈ 35 താളങ്ങൾക്ക് പിന്നെ 5 ഗതിഭേദം 175 താളം ഉണ്ടെന്ന് ഉണ്ട്, അത് നിലവിലുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു കലയാണിത്. ഒരിക്കലും നമുക്കിഷ്ടപ്പെട്ട ഏതാണെന്ന് പറയാൻ ഒക്കത്തില്ല. അത്രയും രീതിയിലുള്ള ഓരോന്ന് ചെയ്തു വെച്ച് മഹാന്മാരാണ്, ഞാനല്ല, മഹത് വ്യക്തികൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തു വെച്ചിട്ട് ഇപ്പോഴും നല്ല പ്രശസ്തരായ പല കലാകാരന്മാർ ഈ രംഗത്ത് നല്ല കഴിവുള്ള, അതുപോലെ ഇപ്പോഴത്തെ കുട്ടികളും ഈ വരുന്ന പിള്ളേരൊക്കെ ഭയങ്കര വായനയാണ് എല്ലാവരും, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ എങ്കിലും എനിക്ക് 1-2 നമ്മൾ തുടക്കം എന്ന് പറയുന്നത് ഇതിനെ പ്രധാനം എന്ന് പറഞ്ഞാൽ പാടക്കൈയാണ്. ഒരാൾ മൃദംഗം പഠിക്കുന്ന ഒരു കുട്ടിയായാലും ആരായാലും ആദ്യം പാടക്കൈ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അത് തുടക്കം ആദ്യ താളം മുരുകള എന്ന് പറയും. ആ താളത്തിൽ പാടക്കൈ ത തി ദൊം നം ഇങ്ങനൊരു ചൊല്ലാണ് തുടക്കം. അത് വായിച്ചിട്ട് തനിയാവർത്തനം എന്ന് പറയും. തനിയാവർത്തനം വായിക്കുന്നതാണ് ഈ അവരുടെ കഴിവുകളെ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്ത് ഒരുപാട് അതന്നെ തനിയാവർത്തനം എന്ന് പറയുമ്പോഴും ഒരാൾ മൃദംഗം പഠിച്ചു, അദ്ദേഹം പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ മനോധർമ്മം അനുസരിച്ച് വായിക്കുക. അതിന് ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ സംഗീത കച്ചേരി കേട്ടിട്ടില്ലയോ? സംഗീത കച്ചേരിക്ക് മെയിൻ രാഗം പാടും, മെയിനായിട്ടൊരു കീർത്തനം പാടും. ആദ്യം കുറേ വർണ്ണം പിന്നെ എല്ലാ കീർത്തനങ്ങളൊക്കെ പാടിയിട്ട് മെയിൻ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അതെന്ന് പറഞ്ഞാൽ അത് നിരവധി സ്വരങ്ങളും ഇതെല്ലാം കഴിയുമ്പോൾ അവിടെ ഇച്ചിരി ഈ ഇദ്ദേഹത്തിന് ഇവർക്ക് വായിക്കാനൊരു അവസരം കൊടുക്കും. അപ്പം മൃദംഗം കാണും, കടമുണ്ടെ കടം വായിക്കും, മോർശങ്ക് ഗഞ്ചർ അങ്ങനെയൊക്കെ ഉള്ളത് കാണും. പക്ഷെ അവിടെ ആ ഇടയ്ക്ക് അത് ഇവരുടെ ഒരു ഇത് വായിക്കുമായിരുന്നു. അതിനാണ് തനിയാവർത്തനം. അതിനകത്ത് അത്യാവശ്യം കുറേ കാര്യങ്ങളെന്ന് പറയുമ്പം തനിയാവർത്തനം വായിക്കുമ്പം ചൊല്ലുകളെ
അതിൻ്റെ മുത്തായ്പകൾ, കോരുവകൾ, ഗതികൾ, ഗതിഭേദങ്ങൾ, മടകൾ, പുരട്ട്, മോറ, കോരുവ, മുത്തായ്പ്, ഇങ്ങനെ ഇത് ഇത്ര അത്യാവശ്യമാണ്. ഇത് നമുക്ക് വായിക്കണമെങ്കിൽ ഇതിൻ്റെ ചെറിയ രീതിയിൽ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ആദ്യ നാളെ ഒരു കളയിൽ ഒരു ചൊല്ല് വായിക്കാം.